എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യു ആർ വാച്ചിങ് ഡയലോഗ് 360 ബൈ ജിംചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ നടുവിൽ നിൽക്കുന്ന എം മുകേഷ് MLA-ക്കെതിരെ പ്രതിപക്ഷ കക്ഷികളും മാധ്യമങ്ങളുമെല്ലാം അദ്ദേഹത്തിന്റെ രാജിക്കായി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാധ്യമങ്ങളിലൂടെ അത് കാണുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. ആരോപണങ്ങൾ ഉയർന്നാലും കേസെടുത്താലും ഒക്കെ രാജിവെക്കണം, രാജിവെക്കണ്ട എന്നിങ്ങനെ രണ്ട് അഭിപ്രായങ്ങളും സമൂഹത്തിൽ നിന്നും ഉയരും. എന്നാൽ ഇവിടെ നമ്മുടെ ചർച്ചാ വിഷയം അതല്ല. അദ്ദേഹം തന്റെ അഭിഭാഷകനെ കാണാൻ കൊല്ലത്ത് നിന്നും എറണാകുളത്തേക്ക് പോകുമ്പോൾ റിപ്പോർട്ടർ TV അദ്ദേഹത്തിന് പിന്നാലെ നടത്തിയ ഒരു ചേസിംഗ് സീനുണ്ട്. അതിന്റെ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അദ്ദേഹത്തിന്റെ വാഹനം സ്പീഡ് കൂട്ടി സുജയ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നതല്ല ജനപ്രതിനിധി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചാലക്കപ്പാറ എന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ആ ചാലക്കപ്പാറ റോഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ അദ്ദേഹത്തെ ചേസ് ചെയ്യുകയോ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ കൂടെ പിടിച്ചെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നുമല്ല. അദ്ദേഹത്തിന് ജനങ്ങൾക്ക് മുന്നിൽ പറയേണ്ടതുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. അല്ലെങ്കിൽ നിരപരാധിയാണെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ കൂടി ബോധിപ്പിക്കേണ്ടതുണ്ട്. അതൊന്നും ഈ റിപ്പോർട്ടർ പറയുന്നതനുസരിച്ച് എം മുകേഷ് MLA-യുടെ വാഹനം ട്രാഫിക് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി അമിത വേഗതയിൽ ആ BMW കൊച്ചിയിലേക്ക് പറക്കുകയാണ്. അതിന് തൊട്ടു പിന്നിൽ എല്ലാ നിയമങ്ങളും പാലിച്ച് അനുവദിക്കപ്പെട്ട സ്പീഡിൽ ഈ ചാനലിന്റെ വാഹനം അദ്ദേഹത്തിന്റെ പിന്നിലൂടെ സഞ്ചരിച്ച് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. ഇവിടെ എന്തോ പന്തികേട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഈ സമയത്തിന്റെ കാര്യത്തിൽ ഒരു പരസ്പര വൈരുദ്ധ്യം. അപ്പോൾ അതിന്റെ പിന്നിൽ സഞ്ചരിച്ച ഈ ചാനലിന്റെ വാഹനവും അമിത വേഗതയിലായിരുന്നില്ലേ എന്നൊരു ചോദ്യം ഉയർന്നേക്കാം. പക്ഷേ കൃത്യമായ ഉത്തരം ആ ചാനൽ മേധാവിയുടെ കയ്യിലുണ്ട്. നമുക്ക് ആ ഉത്തരവും ഒന്ന് കേൾക്കാം. വേഗത്തിലൊന്നും, അതായത് അനുവദനീയമായ പരിധിക്കപ്പുറം വേഗമൊന്നും ഞങ്ങളുടെ വാർത്താസംഘം എന്തായാലും എടുക്കില്ല. നിയമം ലംഘിക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല. അതൊരിക്കൽ കൂടി പറയുന്നു. അനുവദനീയമായ വേഗതയിൽ മാത്രം വാഹനം ഓടിച്ച് നമ്മുടെ വാർത്താസംഘം ആ വാഹനത്തിന് പിന്നാലെയുണ്ട്. ക്യാമറയ്ക്ക് സൂം കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനം നമ്മുടെ ദൃശ്യപരിധിയിലുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ മനു ആയാലും കൃത്യമായ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഉത്തരം കേട്ടല്ലോ. എന്തൊരു സൂമിംഗ് കപ്പാസിറ്റിയാണ് റിപ്പോർട്ടറിന്റെ ക്യാമറയ്ക്ക്. ആ ക്യാമറ ഉപയോഗിച്ച് നമ്മുടെ കേരളത്തിലെ അടിക്കടി വളവും തിരിവുമൊക്കെയുള്ള റോഡിലൂടെ കുതിച്ചു പായുന്ന മുകേഷിന്റെ വാഹനത്തിന്റെ എല്ലാ ദൃശ്യങ്ങളും ആ ക്യാമറയുടെ സൂമിംഗ് ഒന്നുകൊണ്ട് മാത്രം ആ ചാനലിന് ഷൂട്ട് ചെയ്യാൻ പറ്റി. എം മുകേഷ് കാറിന്റെ സ്പീഡ് കൂട്ടുമ്പോൾ തൊട്ടു പിന്നിൽ ആ റിപ്പോർട്ടർ ക്യാമറയുടെ സൂമിംഗ് കൂട്ടും. ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം അത്ര മണ്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങൾ? ഇവിടെ എന്താണ് യഥാർത്ഥ വസ്തുത? കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം, കഴിഞ്ഞ ആഴ്ച ബാർക്ക് റേറ്റിംഗിൽ 3-ാം സ്ഥാനത്തേക്ക് പോയ റിപ്പോർട്ടർ ആ സ്ഥാനം തിരികെ പിടിക്കാനും അതല്ലെങ്കിൽ 1-ാം സ്ഥാനത്തേക്ക് വരാനും വേണ്ടിയാണ് ഇത്തരത്തിൽ അപകടകരമായ ഒരു റിപ്പോർട്ടിംഗ് നടത്തുന്നത്. ബാർക്ക് റേറ്റിംഗ് തിരികെ പിടിക്കാൻ റിപ്പോർട്ടർ ചാനൽ നല്ല രീതിയിൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും വാർത്തകൾ ആകർഷകമായി അവതരിപ്പിക്കുകയും ചെയ്താൽ മതി. അല്ലാതെ റോഡിലൂടെ പോകുന്ന സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും ഒക്കെ ജീവന് പുല്ലുവില കൽപ്പിച്ച് ഇങ്ങനെ ചേസിംഗ് രംഗങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.